ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ഒരു ഈവനിങ് വ്ളോഗാണ്, ഈവനിങ് നൈറ്റ് വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പം അല്ലിക്കുട്ടി ആണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുവാണ്. അവൾ ഉറങ്ങിയ സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു. വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടെങ്കിൽ ഞാൻ റെഡിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു കോലത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, സാധാരണ എൻ്റെ ദിവസം എന്ന് പറയുന്നത് നൈറ്റാണ് ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് വെക്കുന്നത്. നൈറ്റ് സമയം കിട്ടിയില്ലെങ്കിൽ രാവിലെ രാത്രി കട്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെ കുക്ക് ചെയ്യും, അങ്ങനെയാണ് പതിവ്. അപ്പം ഇന്ന് ഞാൻ ബ്രോക്കോളി തോരൻ വെച്ചത് ഇരിപ്പുണ്ട്, പിന്നെ മോര് കറി ഇരിപ്പുണ്ട്. അപ്പം ചിക്കൻ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കരുതി ഇന്ന് ചിക്കൻ കറി വെക്കാനും. അപ്പം ഇന്ന് ചിക്കൻ കറി വെക്കണം. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ രാത്രി ഞങ്ങൾ ചോറല്ലാട്ടോ കഴിക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ട്, ദോശയുടെ മാവ് ഇരിപ്പുണ്ട്, പിന്നെ ഉപ്പുമാവിൻ്റെ കുറച്ചിരിപ്പുണ്ട് രാവിലെ വെച്ചത്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടോ. ഭയങ്കര മടിയായതുകൊണ്ടല്ല, അല്ലിക്കുട്ടിയെ കൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ. ചിലപ്പോൾ അവളെ ഞാൻ എടുത്തുകൊണ്ടിരിക്കണം, അവളുടെ കൂടെ ഇരിക്കണം, കളിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല, അവളുടെ മൂഡ് എങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. പിന്നെ അയച്ചേട്ടനാണെങ്കിൽ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിലാണെങ്കിൽ ഒരു 5-6 മണിയാകുമ്പോൾ വീട്ടിലെത്തുമായിരുന്നു. ഇപ്പോൾ അയച്ചേട്ടൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വരുന്നത്, 9 മണി 9:30. ഇന്നലെ വന്നത് 9 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ആണെങ്കിൽ രാവിലെ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിരുന്നതാണ് കുളിക്കാൻ. കുളിയൊന്നും നടന്നില്ല, അല്ലിക്കുട്ടി എന്നെ ഒന്നിനും സമ്മതിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ രാത്രി 10:30 ആയപ്പോഴാണ് കുളിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അല്ലിക്കുട്ടി ഉറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് പോയി കുളിച്ചത്. ചിക്കൻ കഴുകാനൊന്നും കാത്തു നിന്നില്ല കുളിക്കാൻ. ഇനിയും വേണം ചിക്കൻ കഴുകാൻ. ചിക്കൻ എന്തായാലും കട്ടൊക്കെ ചെയ്ത് അവർ തന്നത്, അപ്പം ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പം ഞാൻ കരുതി കുളിച്ചിട്ട് അതൊക്കെ ചെയ്യാമെന്ന്, അതൊന്ന് സമാധാനത്തിൽ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കുളി ഇന്നും രാത്രി 10-11 മണിക്കായിരിക്കും. അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈവനിങ് 4 മണിയായിട്ടോ സമയം. അല്ലിക്കുട്ടി ഉറക്കമാണ്. ചിലപ്പോൾ ഒരു 5 മണി 5:30 ആകുമ്പോൾ അത്ര നേരം ഉറങ്ങുവായിരിക്കും, അറിയാൻ വയ്യ, പറയാനൊന്നും പറ്റത്തില്ല അവളുടെ കാര്യം. അപ്പം ഇനിയും ചായ അല്ല, ഞാനൊരു കട്ടൻ കുടിക്കണം, അവൾക്ക് ഇച്ചിരി പാല് കാച്ചി കൊടുക്കണം. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ട്, ബ്രെഡൊന്ന് നെയ് പുരട്ടി ഒന്ന് ചൂടാക്കി എടുത്ത് കഴിക്കണം. അത്രയ്ക്കുള്ളൂ പരിപാടി കേട്ടോ. ചിക്കൻ കറി വെക്കണം, അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. കാരണം സാധാരണ മുമ്പൊക്കെ ആണെങ്കിൽ അൽച്ചേട്ടനാണ് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത്. ചിക്കൻ കറി, മീൻ കറി, മീൻ വറുക്കുന്നത്, അതുപോലെ തന്നെ കടലക്കറി, സാമ്പാർ, ഇതൊക്കെ അൽച്ചേട്ടൻ വെക്കുമായിരുന്നു. ഇപ്പോൾ അൽച്ചേട്ടൻ്റെ സമയമില്ല, വീട്ടിൽ വന്നാലും ജോലിയുണ്ട്. അൽച്ചേട്ടൻ വരുമ്പോഴേ പറയും, നീ വല്ലതും വെച്ചോ, അതോ ഇനിയാണോ കുക്കിങ്, എനിക്ക് ജോലി ഉണ്ടെന്ന് പറയും. അപ്പം ഇനിയിപ്പോൾ ചിക്കൻ കറിയും കൂടി അൽച്ചേട്ടനെ കൊണ്ട് വെപ്പിക്കേണ്ട, ഞാൻ തന്നെ വെക്കാമെന്ന് കരുതി. ഇപ്പം ഞാനാണ് അതൊക്കെ ചെയ്യുന്നത്. മീൻ കറി ഞാൻ വെച്ചു, പരീക്ഷണം വിജയിച്ചു. പിന്നെ മീൻ ഫ്രൈയും ചെയ്തു, അതും വിജയിച്ചു. പിന്നെ സാമ്പാർ 2-3 വട്ടം വെച്ചു, അത് ഓക്കെ ആയി. പിന്നെ കടലക്കറി ഇപ്പോൾ ഓക്കെ ആയി. പിന്നെ കടലക്കറി വെച്ചു ഓക്കെ ആയി. ഇപ്പോൾ ചിക്കൻ കറിയും കൂടി ഒന്ന് വെക്കണം. ഒരു തവണ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, പിന്നെ ബാക്കിയുള്ള തവണ അൽച്ചേട്ടനാണ് വെക്കാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കണം. പിന്നെ നമ്മൾ എന്താ പറയുക, കുക്കിങ്ങിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഷാൻജിയോയാണ്. താങ്ക് യു ഫോർ യുവർ കുക്കിംഗ് റെസിപ്പീസ് ഷാൻജിയോ. ഞാനിപ്പോൾ എല്ലാം അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷാൻജിയോടെ ചിക്കൻ വെക്കുന്ന വീഡിയോയും കണ്ടിട്ട് ചിക്കൻ ഒന്ന് കഴുകിയിട്ട് ഒക്കെ വരാമേ. അപ്പോൾ അത്രയല്ല വരുന്നു ചിക്കനൊക്കെ വെക്കാൻ, ചിക്കൻ ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി. അപ്പോൾ എന്താ നമ്മുടെ അല്ലിക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വിളിച്ച് കിടക്കുക. എന്തോ അവിടെ പൊന്നു, എന്താണ് പോവല്ല, എന്തു പറ്റി? ടാറ്റ പോവല്ല നമ്മള്. എന്തേ ഉടുപ്പിടുവാന്ന്? അമ്മ ഉടുപ്പിട്ടേക്കുന്ന പല്ലുകുട്ടി വിചാരിച്ച് ടാറ്റ പോവാണെന്ന്. അമ്മ പ്രത്യേകം ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേടി. സെൽഫി വേണ്ട, അമ്മ എടുത്ത് സെൽഫി. ടാറ്റ കൊടുക്ക്. തരാം. അപ്പൊ നമ്മുടെ അല്ലിക്കുട്ടിക്ക് ചിക്കൻ കഴുകി വെച്ചത് കാണണം, ചിക്കൻ കാണണം. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാണ് ചിക്കൻ. ചിക്കൻ കറി വേണോ? നമ്മൾ കുക്ക് ചെയ്തിട്ട് തരും, ചൂടാക്കിയിട്ട് തരാം കേട്ടോ. നമുക്കൊരു ഉമ്മ തരുമോ? നമുക്കൊരു ഉമ്മ താ. എന്തൊരു ഉമ്മയാ? അത് സവാള അരിയണം ചിക്കന്. നമ്മ ബ്രെഡ് ചൂടാക്കി തരട്ടെ അല്ലിക്കുട്ടിക്ക്, നെയ്യ് പുരട്ടി ബ്രെഡ് ചൂടാക്കി തരാം. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് നെയ്യ് പുരട്ടി ചൂടാക്കാം. അല്ലിക്കുട്ടിക്ക് പാല് വേണ്ടത്, അപ്പോൾ ഇനി ഞാൻ പാലുണ്ടാക്കി കൊടുത്താലും അവൾ അതിൻ്റെ കൈയിട്ട് കഴിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കരുതി അത് വേണ്ട, നെയ്യ് പുരട്ടി ബ്രെഡ് ചൂടാക്കി കൊടുക്കാണ്. പിന്നെ എനിക്കൊരു കട്ടനും പിടിക്കണം. ഇത് അവൾ കഴിക്കില്ലെന്ന് അറിയത്തില്ല, മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ കഴിച്ചില്ല. ഇനി കഴിച്ചാലോ, വേണമെങ്കിൽ കഴിക്കട്ടല്ലേ. അപ്പം നെയ്യ് പുരട്ടി ബ്രെഡ് ഉണ്ടാക്കാം. അപ്പം ബ്രെഡ് ഉണ്ടാക്കാൻ അല്ലിക്കുട്ടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്.
ഓടി വായോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നതാണ്. അപ്പം ഞാനങ്ങ് എടുത്തു. ബ്രെഡ് നമുക്ക് ചൂടാക്കാം. എന്ത് ചെയ്യുവാ നമ്മൾ? എന്ത് ചെയ്യുവാ? കേക്കല്ലടാ, ബ്രെഡ്. ബ്രെഡ് കേക്കാണെന്ന്. ബ്രെഡ് കേക്ക് പോലെ ഇരിക്കുന്നില്ലേ, അതുകൊണ്ട് കേക്കാണെന്ന് പറയുക അവള്. കേക്ക് ബ്രെഡ് നമ്മൾ എന്ത് ചെയ്യുവാ അല്ലിക്കുട്ട? എന്ത് ചെയ്യുവാ? ഉറക്കം വരുന്നോ? ബ്രെഡ് എന്ത് ചെയ്യുവാ നമ്മള്? കഴിക്കാൻ പോകണോ? അത് നെയ്യ്. അമ്മ ഉണ്ടാക്കുക. അയ്യോ, നമ്മുടെ ബ്രെഡ് കഴിയും. ബ്രെഡൊക്കെ ചൂടാക്കി. അപ്പം എന്താ, ഒരാൾക്ക് നെയ്യ് വേണമെന്ന് അതിനകത്തോട്ട് ഇളക്കാൻ തുടങ്ങിയതാ. പിന്നെ ഞാനൊരു ഇച്ചിരി എടുത്ത് സ്പൂണിൽ വെച്ചു കൊടുത്തു കേട്ടോ. അവളെ നോക്കുവോ, ഈ അമ്മയ്ക്ക് പ്രാന്തായോ? അവിടെ ഇരിക്കണ്ട കുഞ്ഞാ, അവിടെ ഇരിക്കണ്ട. നമുക്ക് ഹാളിൽ പോയിരിക്കാം, കസേര പോയിരുന്ന് ബ്രെഡ് കഴിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. നീ താഴെ പോയാലോ എന്ന് പേടിച്ചിട്ട് പതുക്കെ ചെയ്യാ കാര്യങ്ങൾ. ചൂടോ? എന്തിനാ നീക്കോ? ഒരു ചൂടും ഇല്ലടി കള്ളിപ്പെണ്ണെ, കള്ളം പറയല്ലടി കള്ളിപ്പെണ്ണെ. ഒത്തിരി എടുത്തു. അയ്യോ അല്ലിക്കുട്ടി ഒത്തിരി എടുത്തു. അതുകൊണ്ട് അപ്പൊ ഞാനൊരു കട്ടനിടട്ടെ. ജസ്റ്റ് കെറ്റിലില് വെള്ളം ചൂടാക്കിയിട്ട് ഗ്ലാസ് ഒഴിക്കും. പിന്നെ മറ്റേ ഡിപ്പാണ്, അപ്പം പെട്ടെന്ന് കാര്യം കഴിയും. ചൂടാണോ? സാരമില്ല, ഇതിന് ചൂടില്ല, ഇതിന് ചൂടില്ല. ഇല്ല, ഇതിന് ചൂടില്ല കണ്ണു, ഇതിന് ചൂടില്ലടാ. കഴിക്കേ, സൂപ്പറാ, അടിപൊളിയാ, സൂപ്പറാ, അടിപൊളിയാ. വേണ്ടായോ? എനിക്കറിയാം ഇതെല്ലാം ഞാൻ കഴിക്കണം. അമ്മയുടെ ആണ് ഇതെല്ലാം. അല്ലിക്കുട്ടൻ കൂടി അമ്മ ഉണ്ടാക്കിയത്. കുഞ്ഞ് കഴിച്ചാട്ടെ. ക്യാമറ ഇവിടെയാണ്. ഞാൻ എൻ്റെ മുഖത്തോട്ടൊക്കെയാണ് നോക്കുന്നത്, കാരണം വീഡിയോ എടുത്ത് ഒരുപാട് ശീലമില്ല കേട്ടോ ഇങ്ങനെ. അപ്പൊ ഒന്ന് ക്ഷമിച്ചേക്കണേ. അടിപൊളി, സൂപ്പർ അല്ലേ? കൊള്ളാം, സൂപ്പർ അല്ലേ? അമ്മ കഴിക്കാം, അമ്മ കഴിക്കാം, അമ്മ കഴിക്കും, അമ്മ കഴിക്കും, കുഞ്ഞ് കഴിക്കും. അപ്പൊ ഇനി ചായ കട്ട കുടിച്ചിട്ട് ബ്രെഡൊക്കെ കഴിച്ചിട്ട് വരാം. ഹായ് പറഞ്ഞേ. ഞാൻ പാപ്പം കഴിക്കാന്ന് പറ. എല്ലാവർക്കും സുഖമാണോ ചോദിക്കാം. ഒരു ഉമ്മ കൊടുക്ക്. ഫ്ലൈങ് കേസ്. ബൈ ബൈ പറ. ഒരാൾ കാണിച്ചു തരാം. നിൽക്കുന്നുണ്ടോ? ഈ സാധനം ഇതാ മുകളിൽ ഇരുന്നതാ. ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയതേ ഉള്ളൂ. പാത്രം കൊണ്ടുവരട്ടെ. മൂളല്ലേ, ഒരു വലിയ സൗണ്ട്. നോക്കിയപ്പോ തറയിൽ കിടക്കുന്നു. അയ്യോ, ദേഹത്തെ വീഴുന്ന ഭാഗ്യം എന്തായാലും കേട്ടാ. പേടിച്ചു പോയി. അച്ഛൻ വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും കിട്ടുമല്ലോ. പെണ്ണിന്റെ കാര്യം. ഇപ്പൊ സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഈശ്വര, ഇരിപ്പ് നോക്കിക്കേ. അങ്ങനെ അതിന്റെ കാര്യത്തിനൊരു തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് ശരിയാക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ചേട്ടൻ വന്നിട്ട് എന്താ ചെയ്യട്ടെ, ഞങ്ങളെ ഇത് ശരിയാക്കും. അപ്പൊ ഇനി ഞാൻ ചിക്കനുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വീട്ടിൽ വിളിച്ചിട്ട് വരാം. ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല, ഇന്നലെ എനിക്ക് ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഇന്നലെ വിളിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ വിളിച്ചിട്ട് വന്നിട്ട് സവാളയും കട്ട് ചെയ്തിട്ടൊക്കെ വരാമേ. പിന്നെ സോറി, ഞാൻ ക്യാമറ ഇവിടെയാണ്, ഞാൻ ഇവിടെ എൻ്റെ മുഖത്തോട്ടൊക്കെയാണ് നോക്കുന്നത്, ഒന്ന് ക്ഷമിച്ചേക്കും. അപ്പം ഇനി വീട്ടിൽ വിളിച്ചിട്ട് സവാളയും കട്ട് ചെയ്തിട്ടൊക്കെ വരാം. വീട്ടിൽ വിളിച്ചിട്ട് വന്ന കേട്ടോ, സവാള ഇതുവരെ അറിയാൻ തുടങ്ങിയില്ല. അപ്പോഴേക്ക് സ്പീക്കറിൻ്റെ ഈ സാധനം അടുത്തോടെ നടക്കുക, ഞാൻ ചോദിച്ചിട്ട് തരുന്നില്ല. അതിനകത്ത് കളിയാ.
എനിക്ക് ഇവളുടെ കൂടെ സവാള ഇനി എപ്പോൾ ചിക്കൻ എപ്പോൾ വെക്കുക തുറക്കാൻ പറ്റുന്നില്ലയോ? തുറന്നാലോ? ഓരോ പണിയിലാണ്. ഞാൻ സവാള അരിയാനും സമ്മതിക്കുന്നില്ല. പിച്ചാത്തി കത്തി കണ്ടേ, അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേളാസാനം ഞാനത് കൊണ്ട് വെച്ച്. അല്ലെങ്കിൽ പിന്നെ കൈ വല്ല അടുത്ത് മുറിച്ചാലോ? എപ്പം ചിക്കൻ കറി വെക്കുമെന്തോ. എന്തായാലും ഇനി ഇവിടെ ഉറങ്ങാൻ ഒരു 10-12 മണിയാവും തോന്നുന്നു. കാരണം രാവിലെ ഉറങ്ങില്ല, മീൻസ് ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങിയല്ലോ. എപ്പോഴാണ് 3 തൊട്ട് 5 മണി വരെ ഉറങ്ങി, 2 മണിക്കൂർ ഉറങ്ങി. ഒരു സമാധാനം, ഒരു കാര്യം ഉണ്ടായിട്ടോ, അത് വർക്കാവുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അതെ, അത് കുത്തിയിട്ടില്ലായിരുന്നു, അത് ഇളകിപ്പോയായിരുന്നു താഴെ വീണപ്പോഴേ. അപ്പം ഞാനിപ്പോഴാണ് അത് കണ്ടത്. ഇപ്പോൾ വർക്കാവുന്നുണ്ട്, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി സൗണ്ട് കുറച്ച് വെച്ചേക്കാം, വല്ല കോപ്പിറൈറ്റ് വന്നാലോ എന്ന് എഴുതി. ഹൗ സമാധാനമായി. അച്ഛൻ വരട്ടടാ. അപ്പം അച്ഛൻ നാളെ ഓഫീസിൽ നിന്ന് 8 മണി കഴിയുമ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അച്ഛനെ പേടിപ്പിക്കണം കഥവിൻ്റെ പുറകിൽ നിന്ന്. അച്ഛൻ വരുമ്പോഴേ ഈ സ്പീക്കർ തള്ളിയിട്ടേ നമ്മൾ എന്തെങ്കിലും പറയുമോ? അയ്യോ, കിച്ചണിൽ പോയപ്പോഴേക്ക് ഇവള് ഇതെടുത്ത് താഴെ ഇട്ട്. കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവള് ഇതുകൊണ്ട് നടക്കും. ഏതല്ലേ വെക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഇങ്ങനെ ഇളകിപ്പോയി. ഇവിടുന്ന് മറ്റടുത്തൂടെ ഇളകിപ്പോയത്. ഇവിടെ ഞാൻ നോക്കിയപ്പോ ഭയങ്കര സൗണ്ട് വന്ന് നോക്കിയപ്പോ താഴെ കിടക്കുന്നു. എന്നിട്ട് പിന്നെ ഇത് വെച്ചാൽ വെള്ളം നടക്കും. അൽച്ചേട്ടൻ വന്നപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി കയറി. അല്ലേ അൽച്ചേട്ടൻ കുറച്ച് നേരം നോക്കും. അപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണേ. ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു അലിക്കുടിക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ അവളെ കഴിക്കുന്നില്ല. അവൾക്ക് അപ്പം ചായ വേണം. ജസ്റ്റ് പാലിനകത്ത് ശകല ചായയുടെ കളറാക്കി കൊടുക്കും. അപ്പോൾ ഉടനെ അവൾക്ക് ചായ വേണം. ഇത് കുടിക്കാനല്ല കേട്ടോ, കളയാനാണ്, കൈ തിളക്കാനാണ്. എന്നെ വഴക്കോട്ടാക്കുമോ, അത് എന്നാണ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കടഞ്ഞ് വഴക്കോട്ടാക്കും. അങ്ങനെ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈമല്ല, സെക്കൻഡ് ടൈമാണ് ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു തരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെച്ചല്ല, മുമ്പ് താമസിച്ചിരുന്നത് വെച്ച്. അത് കൊള്ളാനൊന്നും ഇഷ്ടം. പിന്നെ എല്ലാ തവണയും അൽച്ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ, പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം. അങ്ങനെ അല്ലിക്ക് ഫുഡൊക്കെ കൊടുത്തു, ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ പെട്ടെന്ന് കഴിക്കാൻ കരുതി ചോറാണ് ഞാൻ കഴിച്ചത്. ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാനത് കഴിച്ചു. പിന്നെ അൽച്ചേൻ്റെ ഉപ്പുമാവും ചിക്കൻ കറിയും കൂട്ടി അൽച്ചേൻ്റെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പാത്രം കഴുകാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലിക്കുട്ടി ഉറക്കാൻ പോയി. ഇപ്പം സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ടേ. 10:45-11 മണിക്ക് എങ്ങോട്ട് ഉറക്കാൻ കഴിയതാ. എന്നെ വിടൂല, ആഴ്ച വിടൂല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പിടിച്ച് കിടത്തി എന്തൊക്കെയോ കളിക്കുകയും ഇങ്ങനെ. ആഴ്ചയാണെങ്കിൽ ജോലിയുണ്ട്, അവളോട്ട് വിടുന്നുമില്ല. കുറേ തവണ ഡോറ് തുറന്നിട്ട് പോകാനൊക്കെ നോക്കി, അവളെ കണ്ടുപിടിച്ചേട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഉറക്കം വരാകുമ്പോൾ എൻ്റെ മടി കയറും.
രാത്രി ഞാൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാൽ ഉറങ്ങും. ആ സമയം ഞാൻ തിരിഞ്ഞിരിക്കും. ആ സമയം അയച്ചിട്ട് പോകും ജോലി ചെയ്യാൻ. എൻ്റെ കണ്ണിപ്പിടിയൊന്നും വെള്ളം വരുന്നില്ല. ലൈറ്റൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഇട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുവിധം ഉറങ്ങി. ഇപ്പോൾ 12 മണി കഴിഞ്ഞ്. ഇനി എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ട്. ഹോളൊക്കെ ഒരു പരിവായിട്ടാണ്. കാലിക്കുട്ടി കളിപ്പാട്ടിലെ വാരി വെച്ച് നിരത്തി അതെല്ലാം വൃത്തിയാക്കണം. ജസ്റ്റ് ഒന്ന് തൂക്കണം. അപ്പം ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാനൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. ഇനി കാര്യമുണ്ടെങ്കിൽ സമാധാനമായിട്ടിരുന്ന് കഴിക്കാനൊരു സമാധാനമായിട്ടിരുന്ന് ചെയ്യേണ്ട ഒരു സാധനം. തളിച്ചിട്ട് വന്നപ്പം കുഴലപ്പം കൊണ്ടുവന്നായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചു, ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ കഴിക്കുന്നു.